ലോക സാമ്പത്തിക ഫോറത്തിൽ കഴിഞ്ഞ തവണയാണ് നമ്മൾ ഔദ്യോഗികമായ ഒരു ഡെലിഗേഷൻ പങ്കെടുക്കുന്നത്. അതുവഴി ഇപ്പോൾ അവിടെ നടക്കുന്ന സംവിധാനത്തിൽ നാം കാണുന്നത് നെറ്റ്വർക്കിംഗ് കഴിയുന്ന എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സിംഗിൾ പോയിന്റ് എന്ന നിലയിലാണ് ദാവോസിൽ നമ്മൾ പങ്കെടുത്തത്. കഴിഞ്ഞ തവണ പോകുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഇത്തവണ നമ്മൾ EOE, MOU, LOE ഇതിനകത്തൊന്നും കേന്ദ്രീകരിക്കില്ല. കാരണം തിരിച്ചു വരുമ്പോൾ തന്നെ കേരള ആയതുകൊണ്ട് ആദ്യം ചോദിക്കാൻ നമ്മൾ എത്ര MOU ഒപ്പുവെച്ചു. ഇതൊരു മാളിൽ പോയിട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ ഒരു 10 MOU, 2 LOE, ഒരു 3 EOE എടുക്കൂ എന്ന് പറയുന്ന പോലെയല്ല. നമുക്ക് കേരളത്തെ ഒന്നും കൂടി വിസിബിൾ ആക്കണം, കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കണം. അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആനുവൽ കോൺഫറൻസിനകത്ത് നമ്മൾ പങ്കെടുത്തപ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതോടൊപ്പം അതിൻ്റെ തൊട്ടുപുറകെ വരുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് അവിടെ നിന്ന് പരമാവധി ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമോ, ഈ 2 ഉദ്ദേശങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം പങ്കെടുത്തപ്പോൾ നമുക്കുണ്ടായിരുന്നത്. അതിൽ നന്നായി വിജയിക്കാൻ കഴിഞ്ഞു. കേരളം കുറേ കൂടി വിസിബിളായി. ഈ വർഷം പങ്കെടുത്തപ്പോൾ ഈ വർഷം എന്നെ കൂടാതെ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ്, അതുപോലെ MD KSIDC ജനറൽ മാനേജർ, ഇത്രയും ആളുകളാണ് ഇതിനകത്ത് പങ്കെടുത്തത്. ഇത്തവണ പങ്കെടുത്തപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും EOE ബന്ധപ്പെട്ടുള്ള കുറച്ച് ശ്രമങ്ങളാണ് നടത്തിയത്. ഇന്ത്യ പവലിയൻ എന്ന് പറഞ്ഞ പൊതു സംവിധാനമുണ്ട്. അതിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ അതിനകത്തൊരു മുറി തന്നെയാണ് 10 കോടി രൂപയാണ് അതിന് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് 7.5 കോടിക്ക് അവസാനിപ്പിച്ചു. ഇത്തവണ 10 കോടി ആദ്യം കൊടുത്തതിന് ശേഷമാണ് നമുക്കൊരു ചെറിയ സന്ദർഭമാണ് നൽകിയത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം നമ്മൾ ഈ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ അപ്പുറത്തുള്ള സ്റ്റേറ്റിൻ്റെ ആളുകൾ പതുക്കെ അങ്ങോട്ടും വിളിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് നിങ്ങൾക്ക് 10% ലീസ് ആദ്യം നൽകിയാൽ മതി എന്ന് പറഞ്ഞു പോകുമ്പോഴായിരിക്കും അപ്പുറത്ത് 1 രൂപയ്ക്ക് ആവശ്യത്തിന് സ്ഥലം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ അവിടെ ഒരു മുറി ഔദ്യോഗികമായി നിലനിർത്തി തന്നെ മറ്റ് ചില ആന്ധ്രാപ്രദേശൊക്കെ ഒരു ഹോട്ടലിൻ്റെ ഫ്ലോർ മുഴുവൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് സാർ. നമ്മൾ പ്രത്യേകമായിട്ടുള്ള മറ്റൊരു പവലിയൻ കൂടി നടത്തിയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് EOEയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം $14 ബില്യൺ $1,18,000 കോടി രൂപയുടെ താൽപ്പര്യപത്രങ്ങൾ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട ഒന്നിപ്പോൾ ANSR, നിങ്ങളത് എല്ലാവർക്കും സൈറ്റ് നോക്കി അറിയാൻ കഴിയുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ GCC നിർമ്മാതാക്കളാണ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ. അവരാണ് 250ഓളം GCCകൾ ലോകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. 500 ഫോർച്യൂൺ കമ്പനികൾ, 500 കമ്പനികൾ അവരുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ 2 ഗ്ലോബൽ സിറ്റി, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലും, അടുത്ത ഘട്ടമായി കോഴിക്കോടും, അങ്ങനെ ഗ്ലോബൽ സിറ്റി നിർമ്മിക്കുന്നതിനുള്ള താല്പര്യപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കാൻ അത് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡാറ്റാ സെൻറ്റർ സിഫി ടെക്നോളജീസ് 1000 കോടിയുടെ ഒപ്പുവെച്ചിരുന്നു. പ്രധാനപ്പെട്ട ഒന്നാണ് സാർ കാനീസ് ഇൻ്റർനാഷണൽ, അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ്. 2500 കോടിക്കാണ് എയറോസ്പേസ് എനർജിയുടെ കാര്യത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. രാംകി ഇൻഫ്രാസ്ട്രക്ചർ 6000 കോടിയുടെ ഇക്കോ ടൗൺ വികസനം, സംയോജിത വ്യവസായ പാർക്കുകൾ 6000 കോടിയുടെ ഇവർ ഒപ്പുവയ്ക്കുമ്പോൾ തന്നെ 60,000 കോടി അതുവഴി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരാം എന്നുള്ള ധാരണയും എത്തിയിട്ടുണ്ട്. റീസസ് റിനയബിലിറ്റി 1000 കോടി, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളുടെയും മീഡിയ വഴി കൊടുത്തിട്ടുണ്ട്. 3 ദിവസം 19 വൈകിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 22 വൈകിട്ട് ഞാനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തിരിച്ചു പോന്നു. ഞങ്ങൾ 3 ദിവസം കൊണ്ട് 67 കമ്പനികളുമായിട്ട് ചർച്ച നടത്തി. പൂർണ്ണമായിട്ടും വിജയകരമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഇതിൻ്റെ തുടർ നടപടിയും നമുക്ക് സ്വീകരിക്കാൻ കഴിയും. തിരിച്ച് സാർ ഞങ്ങൾ കൊച്ചിയിൽ 4 മണിക്ക് വന്നിറങ്ങി അന്ന് തന്നെ 10 മണിക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട 42 മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് കമ്പനികളുമായിട്ടുള്ള ചർച്ച അഗാപ്പയുടെ 30ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയോട് ചേർന്ന് നടത്തുകയുണ്ടായി. അപ്പോൾ 22 കമ്പനികൾ, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ മെഡിക്കൽ ഡിവൈസ് കമ്പനി അമേരിക്കൻ കമ്പനി ഉൾപ്പെടെ, ജപ്പാനിലെ 1ാമത്തെയും 2ാമത്തെയും കമ്പനികൾ ഉൾപ്പെടെ അവരും കേരളത്തിൽ ഇതിൻ്റെ ഭാഗമല്ല, ഇതിൻ്റെ തുടർച്ചയിൽ നിക്ഷേപ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.